പുലിക്കളിക്കെതിരെ പരിഹാസവുമായി വി കെ ശ്രീരാമൻ. പുലിക്കളി വൈകൃത കലാരൂപമാണെന്നും കണ്ടാൽ ഓക്കാനം വരുമെന്നും നടൻ വി കെ ശ്രീരാമൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ലോകത്തൊരിടത്തും കണ്ടാൽ ഓക്കാനം വരുന്ന ഇത്തരം ഒരു കലാവൈകൃതം ഉണ്ടാവില്ല. പുരുഷന്മാർക്ക് മാറും വയറും വളരുന്നത് രൂപവൈകൃതം. വൈകൃതത്തെ കലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നത് ആഭാസമെന്നും ഫേസ്ബുക്ക് കുറിപ്പ്. ലെവിൻ കെ വിജയനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ലെവിൻ, ഈ പുലിക്കളിക്കായിട്ട് വലിയ തരത്തിലുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ് തൃശ്ശൂരിൽ. അതിനിടയിലാണ് ഇപ്പോൾ വി കെ ശ്രീരാമന്റെ ഇത്തരമൊരു ഫേസ്ബുക്ക് കുറിപ്പ് വരുന്നത്. അതിന് താഴെ, കുറിപ്പിന്റെ താഴെ വി കെ ശ്രീരാമനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി ആളുകളും എത്തുന്നുണ്ട്. ഇതിപ്പോൾ ഏത് രീതിയിലാണ് ചർച്ചയാകുന്നത്? സ്വാതി, വി കെ ശ്രീരാമൻ എന്ത് ഉദ്ദേശിച്ചാണ് അത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടത് എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം തന്നെയാണ് വ്യക്തത വരുത്തേണ്ടത്. പക്ഷേ പുലിക്കളി തൃശ്ശൂരിനെ സംബന്ധിച്ചുകൊണ്ടും കേരളത്തെ സംബന്ധിച്ചുകൊണ്ടും ഏറെ ജനകീയമായിട്ടുള്ളൊരു കലാരൂപം തന്നെയാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് വളരെ വിവാദങ്ങൾക്കൊക്കെ ശേഷം പുലിക്കളി വളരെ സജീവമായി തന്നെ കോവിഡ് കാലത്തിനൊക്കെ ശേഷം പുലിക്കളി സംഘങ്ങൾ ഓരോന്നായി തിരികെ മടങ്ങി കലാവേദിയിലേക്ക് എത്തുന്ന സമയത്താണ് ഇത്തരത്തിൽ ഒരു പ്രതികരണം ഫേസ്ബുക്കിലൂടെ അദ്ദേഹം എഴുതിയിരിക്കുന്നത്. പുലിക്കളി വൈകൃത കലാരൂപമാണെന്നും കണ്ടാൽ ഓക്കാനം വരുമെന്നുമാണ് നടനും എഴുത്തുകാരനുമായിട്ടുള്ള ശ്രീരാമൻ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. ലോകത്തൊരിടത്തും കണ്ടാൽ ഓക്കാനം വരുന്ന ഇത്തരമൊരു കലാവൈകൃതം ഉണ്ടാവില്ല. പുരുഷന്മാർക്ക് മാറും വയറും വളരുന്നത് രൂപവൈകൃതം കൊണ്ടാണെന്നും വൈകൃതത്തെ കലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നത് ആഭാസമാണെന്നും പുലിക്കളി കലാകാരന്മാർ ചുവടുവെക്കുന്ന ദൃശ്യങ്ങൾ ഫേസ്ബുക്കിൽ പങ്കുവെച്ചുകൊണ്ടാണ് അദ്ദേഹം എഴുതുന്നത്. ഏതായാലും ഇത്തരത്തിലൊരു പരിഹാസം, അത് പരിഹാസമാണോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളാണോ അദ്ദേഹം ഉദ്ദേശിച്ചതെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുന്നില്ല. പുലിക്കളി പ്രേമികളും കലാ ആസ്വാദകരും ഒക്കെ ഇതിനോടകം തന്നെ രൂക്ഷ വിമർശനവുമായി ഇതിനിടയിൽ രംഗത്ത് വന്നിട്ടുണ്ട്. ഏതായാലും ഇത്തരം ഒരു പ്രതികരണം നടത്തുന്നത് തീർത്തും അപക്വമായി പോയി എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. വി കെ ശ്രീരാമനെ പോലെ ഈ തൃശ്ശൂരുകാരനായിട്ട് തന്നെയുള്ള ഒരാൾ, വി കെ ശ്രീരാമനെ പോലെ ഈ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ, ഒരു കലാരൂപത്തെ, പ്രത്യേകിച്ച് സാധാരണക്കാരായ മനുഷ്യർ വരികയും പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു കലാരൂപം തന്നെയാണ്. മണിക്കൂറുകൾ നീണ്ട അധ്വാനം അതിന് പിന്നിലുണ്ട്. ഒരു ദിവസം മുഴുവൻ ഒരു വ്യക്തി പുലി എന്നുള്ള നിലയിൽ ഒരുങ്ങി ആണ് അതിനുവേണ്ടി തയ്യാറെടുക്കുന്നത്. മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകളും മറ്റുമൊക്കെ ഉണ്ട്. അതൊക്കെ അറിയാവുന്ന ഒരാളാണ് ഇത്തരത്തിലൊരു പരാമർശം നടത്തുന്നത് എന്നുള്ളതാണ്. അത് തന്നെയാണ് ലെവിന്, ഇതെല്ലാം അറിയുന്ന ഒരാൾ, പ്രത്യേകിച്ചും പുലിക്കളിയൊക്കെ അടുത്തിരിക്കുന്ന സമയത്ത് മറ്റൊരു വിവാദത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കുന്നു എന്നുള്ളതാണ് വി കെ ശ്രീരാമന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. അതിൽ എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നുള്ളത് അദ്ദേഹം തന്നെ വ്യക്തമാക്കേണ്ടതുണ്ട്.